ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആബ്സല്യൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞ പെയിൻ്റാണ് വീടിൻ്റെ മെയിൻ പെയിൻ്റായിട്ടും കാർ പോർച്ചിനൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇവരുടെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര നീറ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്. അടിയിലത്തെ ഈ ഒരു പോർഷൻ നല്ലപോലെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്, WPC വെച്ചിട്ട്. നമുക്ക് ഈ ഷോ കിച്ചൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5x3.6 എന്നുള്ളൊരു ഡയമെൻഷനാണ്. വോളിൽ കൊടുത്തിട്ടുള്ള ടൈൽ എന്ന് പറയുന്നത് നിയോ ക്ലാസിക് ബ്രാൻഡിൻ്റെ സബ്വേ ടൈലാണ്. നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പെരുമ്പാവൂരാണ്. മനോഹരമായ ഒരു കൊളോണിയൽ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ആർക്കിടോക്സിൽ ഇന്ന്. എറണാകുളം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന VR ഡെവലപ്പേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീട് 4600 സ്ക്വയർ ഫീറ്റിലാണ് തീർത്തിരിക്കുന്നത്. 50 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത്. മൊത്തത്തിൽ ഏകദേശം 1 ഏക്കറോളം സ്ഥലം വരും. VR ഡെവലപ്പേഴ്സിന്റെ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ പ്രഭാഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രഭാഷിന്റെ അടുത്ത് നമുക്ക് ഈ കൊളോണിയൽ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അറിയാം. നമ്മുടെ ഈ ഒരു കൊളോണിയൽ വീട് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തൊക്കെ കയറി കണ്ടപ്പോഴും നല്ല രസമുണ്ട്. പിന്നിൽ നോക്കുമ്പോൾ കുറെ ജാതിത്തോട്ടമൊക്കെ കാണാം. അതെ, നമ്മളിവിടെ ഈ പ്ലോട്ടിലേക്ക് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ജാതിത്തോട്ടവും അതുപോലെ തന്നെ റോട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ചെരുവുണ്ട്. ശരിക്കും കോമ്പൗണ്ടുകൾ കെട്ടിത്തിരിച്ചിരിക്കുന്നതല്ല, ഒരു പ്രൈവസിക്ക് വേണ്ടി ഒന്നും ചെയ്തിരിക്കുന്നതല്ല. ശരിക്കും ഈ ഒരു പ്ലോട്ടിനെ ഒന്ന് തിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു VR ഡെവലപ്പേഴ്സിനെ പറ്റിയിട്ട്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ എത്ര നാളുകൊണ്ട് ഈ ഒരു? ഞങ്ങൾ ശരിക്കും 14 ഇയേഴ്സ് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ ബ്രാഞ്ച് വരുന്നത് എറണാകുളത്താണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ട്രിവാൻഡ്രം, തൃശ്ശൂർ ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ റീസെൻ്റ്ലി ഇനിയിപ്പോൾ കോഴിക്കോടും കൂടി ഒരു ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കൂടാതെ നമുക്ക് UAE ഒരു സെയിൽസ് ടീം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം ഇത് മുഴുവൻ ഇവരുടെ തന്നെ പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ബൗണ്ടറി വാളിൻ്റെ ഹൈറ്റും മെയിൻ ഗേറ്റിൻ്റെ ഹൈറ്റും ഒക്കെ വളരെ കുറച്ചൊരു അരമതിലിൻ്റെ ഉയരത്തിൽ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ വീടിന് മാക്സിമം വ്യൂ ഒരു തടസ്സമൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ വളരെ നീറ്റായിട്ട് വീടിൻ്റെ ഒരു കൊളോണിയൽ സ്റ്റൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബൗണ്ടറി വാളിൻ്റെ ഒരു പ്ലാസ്റ്ററിങ് ഒക്കെ പോയേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഒരു ബ്രിക്കിൻ്റെ ഫിനിഷുള്ള ടെക്സ്ചേർഡ് പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവർ ഒരു ലൈറ്റൊക്കെ വെച്ച് കോവ് ലൈറ്റൊക്കെ വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗ്രില്ല് ഒരു സീ ത്രൂ ഏരിയ പോലുള്ള ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവരുടെ മെയിൻ ഗേറ്റിലും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റെക്റ്റാങ്കിൾ ട്യൂബ്, GAയുടെ റെക്റ്റാങ്കിൾ ട്യൂബാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുണ്ട് ഈ ഒരു ഭാഗമൊക്കെ മൾട്ടിവുഡിൽ CNC കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് ടൈലുമായിട്ടൊക്കെ ചേരുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് സട്ടിൽ ഗ്രേ തന്നെയാണ് ഇവിടും കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ റോഡ് ലെവലിൽ ഈ പോയേക്കുന്ന റോഡ് ഇവരുടെ ഒരു പ്രൈവറ്റ് റോഡ് പോലത്തെ ഒരു സ്ഥലമാണിത്, പ്രൈവറ്റ് ഏരിയ ആണ്. അതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഉയർന്നിട്ടാണ് ഈ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വെളിയിലത്തെ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ തന്നെ കാണാം, ഈ ഒരു ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേൺ നല്ലൊരു പ്രാധാന്യമുണ്ട് വീടിൻ്റെ ഒരു എലിവേഷനെ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിൽ. ഇത് ലീനിയറായിട്ട് ആണ് വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്രൗട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള സ്ട്രിപ്സ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. ഈ കോർണർ പോർഷനും ഇങ്ങോട്ട് നോക്കുന്ന പോർഷനും ഒക്കെ തന്നെ ഗ്രീൻ സ്പേസ് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന് അവർ ഉപയോഗിച്ചിരിക്കുന്നത് വന്നിട്ട് പേൾഗ്രാസ് ആണ്. പേൾഗ്രാസും കലാറ്റിയും പിന്നെ കുറച്ച് ടെർമിനാലി പോലുള്ള കുറച്ച് പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയാലും പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. എന്നിരുന്നാലും നമുക്ക് കാണാം വീടിൻ്റെ ഷേപ്പിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാർ പോർച്ച് ചെയ്തിരിക്കുന്ന ഓൾറെഡി കോൺക്രീറ്റ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, 4 കോളം കൊടുത്തിട്ടുണ്ട്. അതിലവർ പ്ലാസ്റ്ററും കൊണ്ട് ഈ പറഞ്ഞ കൊളോണിയൽ എലമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വെയിൻസ്കോട്ട് പോലുള്ള പരിപാടികളൊക്കെ ഇതിലും ആ ഒരു ഡെക്കോർ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ അപ്പം ഒരു സ്ട്രക്ചറൽ സ്റ്റീൽ തന്നെയാണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഒരു കൂര പോലുള്ള ഷേപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെയും കാർ പോർച്ചിൻ്റെയും ഒക്കെ റൂഫിങ് ചെയ്തിരിക്കുന്നത് ഷിംഗിൾസ് കൊണ്ടാണ്, ഒരു ഗ്രേ ടോണിലുള്ള ഷിംഗിൾസ് കൊണ്ടാണ്. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 50 സെൻറ്റ് പ്ലോട്ട് നിൽക്കുന്നത് തന്നെ പല തട്ടായിട്ടാണ്. അതായത് ആ ലെവലിൽ നിന്ന് നല്ല താഴ്ചയിലാണ് അങ്ങോട്ട് കിടക്കുന്നത്. അപ്പം ഇവർ കുറച്ച് കോസ്റ്റ് കട്ടിങ്ങിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ മൊത്തത്തിൽ ലാൻഡ് ലെവൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഏകദേശം ഒരു ഫ്ലാറ്റായിട്ടുള്ള ഏരിയ പിടിച്ചിട്ട് അതിന് ബാക്കിലോട്ട് കുത്തനെ ഒരു ചെരുവാണല്ലോ. അപ്പോൾ ആ ചരിഞ്ഞ് കിടക്കുന്ന പോർഷൻ എല്ലാം തന്നെ അവർ ഈ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഒരു സെല്ലാർ ഏരിയയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിലോട്ട് പോകുന്ന ഒരു പാത്ത് വേ പോലൊരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം കാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. നാച്ചുറൽ സ്റ്റോണിൻ്റെ ഇടയ്ക്ക് ഗ്രൗട്ട് ചെയ്തിട്ടുള്ളൊരു പേയ്മെൻ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ അത് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ദാ ഇങ്ങനൊരു ഏരിയയിലോട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എന്തെങ്കിലും ചെറിയൊരു പാർട്ടി, ഇപ്പോൾ ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് അവർ ഈ ഒരു ഭാഗമാണ് ഫംഗ്ഷനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഏരിയ അവർക്ക് അങ്ങനെ ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ താഴത്ത് പാർക്ക് ചെയ്ത് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറി വരുവാണെങ്കിൽ തന്നെ ഫ്രണ്ടിലെ മെയിൻ എൻട്രൻസിൽ കൂടെ കയറാതെ ഇങ്ങനെയും കയറാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലൊരു പരഗോള പോലത്തെ ഒരു സ്ട്രക്ചർ, ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് സൗകര്യം ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു ബാൽക്കണി സ്പേസ് പോലെ. ഇത് നമ്മൾ കാർ പോർച്ചിൽ കണ്ട ആ സെയിം ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്വയർ ടൈലാണ്, അത്യാവശ്യം ഗ്രിപ്പുള്ള. ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് പോലത്തെ ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ സിറ്റൗട്ടിലോട്ട് പോകാം. സിറ്റൗട്ടിലോട്ട് പോയിട്ട് വീട്ടിലോട്ട് കയറാം. ഓക്കെ, വീടിൻ്റെ എലിവേഷനിലും കാർ പോർച്ചിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പെയിൻ്റാണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആബ്സല്യൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞ പെയിൻ്റാണ് വീടിൻ്റെ മെയിൻ പെയിൻ്റായിട്ടും കാർ പോർച്ചിനൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രേ കളറിന് കൊടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ തന്നെ നിംബസ് ഷവർ എന്ന് പറഞ്ഞൊരു കോഡാണ്. ഈ ഒരു ഷെയ്ഡിലൊക്കെ ആയാലും ഒരു കർവ് ചെയ്ത് മുകളിലോട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു കൊളോണിയൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡോർസും വിൻഡോസും കൂടുതലും ടീക്കിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില ഏരിയയിലൊക്കെ ഇവർ UPVC വുഡൻ ഫിനിഷുള്ള UPVC ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇതാ ഈ ഒരു സെൻറ്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ വിൻഡോ ഒക്കെ ആയാലും UPVC ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിനകത്തോട്ട് കയറാം. വീടിനോട് ചേർന്ന ഈ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ദാ ഇങ്ങനൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിലും അവർ നല്ല ലഷ് ഗ്രീന് ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. അവിടും പേൾ ഗ്രാസും കുറച്ച് പാമും ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്പേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വൈറ്റും ഗ്രേയും ആയിട്ടൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡായി പോകുന്നുണ്ട്. അകത്തെ വിൻഡോയിൽ നിന്ന് വെളിയിലോട്ടുള്ള ആ ഒരു കാഴ്ചകളായാലും ഈ പച്ചിപ്പെല്ലാം നല്ല ഇതായിട്ട് തളർത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഈ വിൻഡോയോടൊക്കെ ചേർന്നും ഈ പ്ലാന്റർ ബോക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവിടും നല്ല ഗ്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡിലൊക്കെ കൊടുത്തേക്കുന്നത് ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ ആ ഒരു കൊളോണിയൽ ഫീല് എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വിൻഡോയ്ക്കെല്ലാം തന്നെ പ്ലാസ്റ്റർ ചെയ്ത് ഇങ്ങനൊരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റൗട്ട് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള സിറ്റൗട്ടാണ്. അത് ലെപ്പോത്ര ഗ്രനൈറ്റ് ആയതുകൊണ്ടാണ് അതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 മീറ്റർ ബൈ 5.6 സൈസിലാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷനൊക്കെ വരുന്നത്. ഗ്രേ കളറ്, വൈറ്റ് അല്ലെങ്കിൽ ടീക്ക് വുഡിൻ്റെ ഒരു ഭംഗി ഒക്കെ തന്നെയാണ് ഇവിടെ കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് സിറ്റൗട്ടിൽ. ഈ വിൻറ്റേജ് ഫീലുള്ള ഈ എക്സ്റ്റീരിയർ ലൈറ്റും പിന്നെ ആ ഡെക്കോർ ലൈറ്റ്, ആ ഒരു വാം കളറൊക്കെ തന്നെ കുറച്ച് നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. മെയിൻ ഡോർ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ഡോറിലായാലും വിൻഡോയിലായാലും എല്ലാം ഈ ഒരു പ്ലാസ്റ്റർ പോയേക്കുന്നതിൻ്റെ ഭംഗിയുണ്ട്. പിന്നെ ഇതായാലും ഒരു ജോർജിയൻ ബാർസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനത്തെ ഒരു ഡിസൈന് ഇവിടുത്തെ കൂടുതലും വിൻഡോയുടെയും ഡോറിൻ്റെയും ഈവൻ ഫർണിച്ചറൊക്കെ നമ്മൾ കണ്ടപ്പോഴായാലും ഒരു സിമ്പിൾ ആൻഡ് ക്ലാസിക് ഡിസൈനിലാണ് പോയത്. നമ്മൾ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇനി കാണാം. നമ്മൾ കയറി വരുമ്പം കാണുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇത് ഇവരുടെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. ഏകദേശം ഒരു 5 മീറ്റർ ബൈ 4 മീറ്റർ റേഞ്ചിൽ വരുന്ന ഒരു സൈസിലാണ് ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോർ ടൈല് വന്നിട്ട് കജാരിയുടെ 160/80 സൈസിലുള്ള ടൈല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ടൈലാണ്. അതൊരു 5/7 സൈസിലുള്ള ഒരു നല്ല റഗ്ഗൊക്കെ ഇട്ട് അതിൻ്റെ നടുക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 സീറ്റിംഗ് പ്രൊവിഷൻ ഉള്ള കൗച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പോൾസ്ട്രി വർക്കൊക്കെ ഇവിടുത്തെ സീലിംഗ് നോക്കുവാണെങ്കിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കൊളോണിയൽ എലമെൻറ്റിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊക്കെ തന്നെ ഒരു കോർണിഷ് എലമെൻറ്റ് ഇങ്ങനെ ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. BLDCയുടെ ഒരു ഫാനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ ആക്ച്വലി TV വെക്കാനുള്ള ഒരു പ്രൊവിഷൻ പോലെ ചെയ്തതാണ്, ഇപ്പോൾ വെച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ അതിന് വേണ്ട വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സെൻറ്റർ പോർഷൻ വന്നിട്ട് നമ്മൾ മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു ഭാഗമായത്. ഇത് വന്നിട്ട് WPCയിൽ ഒരു PU പെയിൻറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഒരു CNC കട്ടും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഈ ഒരു ആർച്ച് ഷേപ്പ് CNC കട്ടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്രൂ വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ അതും പ്ലാസ്റ്ററും തമ്മിലുള്ള ആ ഒരു ഏരിയ ഒക്കെ വന്നിട്ട് അവർ കോവലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു TV കൺസോൾ വരുന്ന ഈ ഒരു പോർഷൻ്റെ രണ്ട് സൈഡിലും സിമെട്രിക്കായിട്ട് തന്നെ ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റീവ് പരിപാടികൾ കാണാം. ഇത് വന്നിട്ട് പ്ലൈയിൽ 710 ഗ്രേഡിലുള്ള പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തേക്കാണ്. ഗോൾഡൻ കളറിലുള്ള കുറച്ച് ഡെക്കറേറ്റീവ് പ്രൊഫൈൽസും ഒക്കെ രണ്ട് സൈഡിലും കാണാം. കുറച്ച് ഡെക്കോർ ലൈറ്റ്സും വെച്ചിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് കയറുന്ന വിൻഡോ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് ഭാഗത്ത് റോമൻ ബ്ലൈൻസും ഈ ഒരു ഭാഗത്ത് ഒരു ഷിയർ കട്ടനും ബ്ലാക്ക് ഔട്ട് കട്ടനും വരുന്ന രീതിയിൽ പെൽമെറ്റ് സൗകര്യമൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു വുഡൻ ലാമിനേറ്റാണ് പോയിരിക്കുന്നത്. നമ്മൾ മുന്നേ എലിവേഷനിൽ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് തന്നെ പറഞ്ഞിരുന്നു, കൂടുതൽ വിൻഡോസ് ഇവർ ടീക്ക് ചെയ്തിരുന്നെങ്കിലും ചില വിൻഡോസ് വന്നിട്ട് അവർ UPVC ചെയ്തിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു സ്ലൈഡിങ് വിൻഡോ വന്നിട്ട് വുഡൻ ഫിനിഷുള്ള UPVC വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും നല്ല ഒരു സെക്യൂരിറ്റി ഫീലിംഗ് തോന്നിക്കുന്ന വിധത്തിലുള്ള ഗ്രില്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം ഫ്ലോറിംഗ് ടൈല് തന്നെയാണ് ഈ കജാരിയുടെ
160/80 സൈസിലുള്ള ടൈൽ തന്നെയാണ് ത്രൂ ഔട്ട് വീട്ടിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇനി അടുത്ത ഒരു ഫേസിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ പോയിട്ടുണ്ട്. അതും വന്നിട്ട് ഒരു വുഡൻ ഫിനിഷുള്ള ലാമിനേറ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്പേസിലോട്ട് പോകാം. നമുക്കിനി കാണാനുള്ളത് ഡൈനിങ് സ്പേസ് തൊട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് ഒരു സ്റ്റെയർ പോകുന്നത്. അതുപോലെ നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ്, വാഷ്, അതുപോലെ കിച്ചണിലോട്ടുള്ള ഒരു ആക്സസ്, അതുപോലെ പ്രെയർ സ്പേസ്, ഇതെല്ലാം ഈ ഒരു ഡൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ്. ആർട്ടിഫിഷ്യൽ മാർബിളാണ് ഇതിൻ്റെ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര നീറ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്കൊരു പ്രെയർ സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആണെങ്കിലും നമുക്ക് WPCയിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു വുഡൻ ലാമിനേറ്റും ഒക്കെ ചെയ്ത് താഴെ ഒരു വുഡൻ ലാമിനേറ്റിൽ ഒരു ഫ്ലൂട്ടഡ് രീതിയിലുള്ള ഒരു ഡിസൈൻ വന്നിട്ടുള്ള ലാമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കിച്ചണും അതുപോലെ തന്നെ ഇവിടേക്ക് നമുക്കൊരു വാഷ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ എന്ന് പറയുമ്പോൾ ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് മാറി അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സ്പേസ് ഒക്കെ എടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ടേബിൾ ടോപ്പായിട്ട് വരുന്ന രീതിയിലുള്ളൊരു വാഷ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വാളിൽ. അപ്പോൾ ഇവിടെ ഒരു വുഡൻ പ്ലാങ്ക്സ് ആണ് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഗ്രാനൈറ്റും അതുപോലെ WPC വെച്ചിട്ടുമാണ് ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ടേബിൾ ടോപ്പ് ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കോമൺ ടോയ്ലറ്റിലേക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു വലിയൊരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിലേക്കൊരു റിഫ്ലക്ഷനും ഈ ഒരു വോളിലേക്കുള്ളൊരു റിഫ്ലക്ഷനും ഒക്കെ കാണാൻ വേറൊരു ഭംഗിയുണ്ട്. നമുക്കിനി ആ കോമൺ ടോയ്ലറ്റോട് ഒന്ന് കാണാം. ഒരു ചെറിയൊരു ടോയ്ലറ്റാണ് ഈ കോമൺ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതും ടൈല് ഒക്കെ കജാരിയുടെ ടൈലൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലെ കോമ്പിനേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എല്ലായിടത്തും ഒരേ ടൈല് തന്നെയാണ് പോയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പ്രെയർ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഗോൾഡൻ പ്രൊഫൈൽ ഒരു ഹൈലൈറ്റ് ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള വെയിൻസ്കോട്ട് മെറ്റീരിയൽ വന്നിട്ട് WPCയുടെ വെയിൻസ്കോട്ട്സ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ചയൊക്കെ വളരെ മനോഹരമായിരിക്കും. ഇവിടെയും WPCയുടെ പാനലിംഗ് ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പുറത്തൊരു സ്യൂട്ട് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന വിൻഡോസും എല്ലാം തന്നെ UPVCയുടെ വിൻഡോസൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ഷോ കിച്ചൺ കാണാൻ കഴിയും നമുക്ക്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വർക്കിംഗ് കിച്ചണും ഉണ്ട്. നമുക്ക് കിച്ചണിലേക്ക് കയറിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. നമുക്ക് ഈ ഷോ കിച്ചൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5x3.6 എന്നുള്ളൊരു ഡയമെൻഷനാണ്. അപ്പോൾ ഈ ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് കിച്ചണായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വന്നിട്ട് ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് എന്നൊരു ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഇവിടെയുള്ള ക്യാബിനറ്റ്സ് എല്ലാം തന്നെ പ്ലൈയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്ക് സ്പ്ലാഷ് ആയിട്ടുള്ള വാളിൽ കൊടുത്തിട്ടുള്ള ടൈൽ എന്ന് പറയുന്നത് നിയോ ക്ലാസിക് ബ്രാൻഡിൻ്റെ സബ്വേ ടൈലാണ്. അപ്പോൾ ഈ ഒരു ടൈല് കുറച്ച് ഗ്ലോസിയാണ്. ഒരു ഇംഗ്ലീഷ് ടച്ച് അല്ലെങ്കിൽ ഒരു കൊളോണിയൽ ടച്ച് കൊടുക്കുന്ന ഒരു ഫീലാണ് കിച്ചണിന് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ വാഷും അതുപോലെ തന്നെ ഇവിടെ ഒരു കുക്കിംഗ് റേഞ്ചാണ് കാണാൻ പറ്റുന്നത്. കുക്കിംഗ് റേഞ്ചിൽ നമുക്ക് ഓവനും അതുപോലെ തന്നെ എയർ ഫ്രയറും എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്തത്. അതുപോലെ കിച്ചണിൽ കൊടുത്തിട്ടുള്ള വിൻഡോസിലെല്ലാം തന്നെ വിനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലീനിങ് പർപ്പസ് ഒക്കെ നല്ല രീതിയിലൊക്കെ നടക്കും. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സീലിംഗ് ആണ് ഈ ഒരു കിച്ചണിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് വർക്കിംഗ് കിച്ചൺ ഉള്ളത്. വർക്കിംഗ് കിച്ചണിലേക്ക് കടക്കാൻ ഒരു വുഡൻ ഡോറും ഗ്ലാസ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. കുറച്ച് സൈസിൽ വ്യത്യാസമുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം കൗണ്ടർ ടോപ്പ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചണിലെ ഫ്ലോറിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ കുറച്ച് മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബേജ് കളർ മാറ്റാണ്. എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഒക്കെ ഹാർഡ് കുക്കിംഗ് ഒക്കെ നടക്കുമ്പോൾ ഉള്ളൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കാം. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ പുറത്തേക്കുള്ള ഒരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടൊരു എക്സ്റ്റീരിയറിലോട്ടുള്ളൊരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡോർസ് എല്ലാം തന്നെ വുഡൻ ഡോർസ് ആണ്. അതുപോലെ ബാക്ക് സ്പ്ലാഷ് സെയിം ടൈല് തന്നെയാണ് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി പുറത്തേക്ക് അയച്ചു. അപ്പോൾ ഈ ഡൈനിങ് സ്പേസിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് പാരൻസിൻ്റെ റൂം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റൂമിലോട്ട് കയറാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൂം, പിന്നെ മുകളിൽ വേറെ 3 റൂമുകളും കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 5 ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത്.
നമുക്ക് ആദ്യം ഒരു റൂമിലോട്ട് കയറാം. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ഡോറ് വുഡൻ ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടീക്കിൽ ചെയ്തിട്ടുള്ള വുഡൻ ഡോറാണ്. നമുക്കൊരു 5x4 ഒരു ഡയമെൻഷൻ വരുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെയിം ഫ്ലോറിങ് തന്നെയാണ് ലിവിങ്ങിലൊക്കെ കണ്ട സെയിം കജാരിയയുടെ 160x80 സൈസിലുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ടൈല് ഒരു ഗ്രീൻ കളറിൻ്റെ ഒരു തീമാണ് ഈ ഒരു ബെഡ്റൂമിന് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഹെഡ് ബോർഡിലൊക്കെ ആണെങ്കിലും ഒരു ഒലിവ് ഗ്രീനും അതുപോലെ ഒരു വുഡൻ ബീഡിങ്ങും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള 2 വുഡൻ സൈഡ് ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യൂൻ സൈസ് ബെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് കളർ ഒരു ബെഡ്ഷീറ്റും ഒക്കെ കൊടുത്ത് അപ്പോൾ ആ ഒരു ടോൺ ഒന്ന് ഹൈലൈറ്റ് ആവുന്ന രീതിയിലാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്പേസ് വാർഡ്രോബിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ വലിയൊരു വാർഡ്രോബ് സ്പേസാണ്. മുകളിൽ ലോഫ്റ്റൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു മറൈൻ വുഡ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിലും നമുക്ക് ലാമിനേറ്റ് ചെയ്ത വുഡൻ ലാമിനേറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത്. രണ്ടിൻ്റെ ഒരു ബ്ലെൻഡാണ് ഈ ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിലെ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് റോമൻ ബ്ലൈൻഡ്സ് ഒക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂംസിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് FRP ഡോർസ് ആണ്. ഇവിടെ ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടൈലും വോൾട്ടൈലും കജേരിയയുടെ വോൾട്ടൈല്, അതുപോലെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ, ഒരു ഒലിവ് ഗ്രീൻ ഫ്ലോറിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. മാറ്റാണ് ടൈല്. അപ്പോൾ നമുക്കിനി അടുത്ത ബെഡ്റൂം കാണാം. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. വുഡൻ ഡോർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3x4 ആണ് ഇവിടുത്തെ ഒരു ഡയമെൻഷൻ വരുന്നത്. ഈ ഒരു റൂമിൻ്റെ സൈസ് വന്നിട്ട് ഒരു ക്യൂൻ സൈസ് ബെഡൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റർഫീൽഡ് ഡിസൈനാണ് ഹെഡ് ബോർഡിൽ ചെയ്തിട്ടുള്ളത്. സ്യൂഡ് മെറ്റീരിയൽ ഒരു ഗ്രേ കളർ ഒരു സ്യൂഡ് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെഡ് ബോർഡിൽ അല്ലെങ്കിൽ ഹെഡ് സ്പേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു വോളിലെല്ലാം തന്നെ WPCയുടെ വെയിൻസ്കോട്ട്സ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന് ആ ഒരു കൊളോണിയൽ ഫീല് കിട്ടത്തക്ക രീതിയിൽ. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും ഡെക്കോറായിട്ടൊക്കെ ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മറൈൻ വുഡും അതുപോലെ തന്നെ മൈക്ക ലാമിനേഷനും ഒക്കെ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലൊരു ഗ്രേയുടെയും ഒരു വുഡൻ കളറിൻ്റെ ഒരു ബ്ലെൻഡാണ് ഈ ഒരു വാർഡ്രോബിന്. വാർഡ്രോബിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരുങ്ങാനൊക്കെയുള്ള ഒരു സ്പേസും ഒക്കെ കൊടുത്ത് അതുമായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസാണ് അവർ റൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഒഴിഞ്ഞൊരു കോർണറിലോട്ട് മാറിയിട്ട് വളരെ നീറ്റായിട്ടൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു സ്യൂഡ് മെറ്റീരിയലിൻ്റെ. അതുപോലെ ഇവിടെ അത്യാവശ്യം ബുക്സോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള രീതിയിലൊരു ഷെൽഫ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് മൈക്ക ലാമിനേഷൻ ചെയ്ത് തന്നെ ഉള്ളതാണ്. ഇവിടെ നമുക്ക് WPCയും മൈക്ക ലാമിനേഷനും ഒക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു റൈറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും പറഞ്ഞ കണക്ക് തന്നെ റോമൻ ബ്ലൈൻഡ്സ് ഒക്കെയാണ്. വളരെ ലൈറ്റ് കളറായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു ബെഡ്റൂം വളരെ എലഗൻ്റായിട്ട് നൈസായിട്ടിരിക്കുന്നു. അത് ഇവിടുത്തെ സ്കേർട്ടിങ്ങുകളെല്ലാം തന്നെ ഫ്ലഷ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ത്രൂ ഔട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ക്ലീനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും. അതുപോലെ ഈ ഭാഗത്ത് നിന്നിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് മുകളിലോട്ട് സീലിംഗ് കാണുന്നത്. ഡൈനിങ്ങിനും അതായത് ഈ സ്റ്റെയറിൻ്റെയും അടുത്തായിട്ടുള്ള ഈ ഒരു സ്പേസ്. അവിടെ നിന്നൊരു ബിഗ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല ലൈറ്റൊക്കെ പകലൊക്കെ നന്നായിട്ട് കിട്ടും. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിലത്തെ ഈ ഒരു പോർഷൻ നല്ലപോലെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. WPC വെച്ചിട്ട് ഡോറും ഒക്കെ ആയിട്ടുള്ള രീതിയിലൊരു സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനടിയിലാണ് ബാറ്ററി ഇൻവേർട്ടറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ PU ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ കളറൊക്കെയാണ് ഇതിനുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഡോറ് നമുക്ക് കാണാം. അത് നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു നമുക്ക് പുറത്തൊരു ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് പോലെ നമ്മൾ കണ്ടായിരുന്നല്ലോ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു സ്പേസിലോട്ട് ഇറങ്ങുന്ന ഒരു ഡോറാണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുകളിലത്തെ കാഴ്ചകളിലോട്ട് പോവാം. ഒരു ഇൻവേർട്ടഡ് ആർച്ച് രീതിയിലുള്ള കുറച്ച് ഡിസൈൻ പാറ്റേൺ ആണ് ഹാൻഡ് റെയിലിൻ്റെ ഈ ഒരു GI സ്റ്റീൽ റോഡിലെല്ലാം പോയേക്കുന്നത്. സൈഡിൽ ത്രൂ ഔട്ട് വെയിൻസ്കോട്ട് ചെയ്തേക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി കാണാം. വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നു. അതിൽ ത്രൂ ഔട്ട് സൈസിലുള്ള റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു കളറും വുഡൻ കളറും പിന്നെ ഒരു ഗ്രീൻ കളറിൻ്റെ ഒക്കെ ഒരു ബ്ലെൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നടുക്കായിട്ട് തന്നെ ഒരു ഷാൻലിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടീക്ക് ഫിനിഷിലുള്ള ആ പ്ലാങ്ക് ഇങ്ങനെ കയറി വന്ന് വരുന്ന ഈ ഒരു ഭാഗത്തെ ടൈലുമായിട്ട് ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ പോയേക്കുന്ന അതേ ലെപ്പോത്ര ഗ്രാനൈറ്റിൻ്റെ ഒരു ബോർഡർ കൊണ്ടാണ്
ആ ഒരു സെപ്പറേഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പാസേജ് പോലത്തെ ഒരു ഏരിയ ആണ്. ഇവിടുന്ന് മുകളിലത്തെ നിലയിൽ വന്നിട്ട് 3 ബെഡ്റൂം ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. എല്ലാ റൂമിൻ്റെ ഡോറുകളും ടീക്കിൽ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ കാണാം. 5.6x4.2 സൈസിലാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്ലയൻറ്റിന് ഇത് തന്നെ മാസ്റ്റർ ബെഡ്റൂം ആക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ടോയ്ലറ്റ്, ബാത്ത് ഏരിയ അത്യാവശ്യം വിശാലമായിട്ട് കിട്ടണമായിരുന്നു. ഇവിടെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും, താഴത്തെ റൂം ആയാലും എല്ലാ ബെഡ്റൂമിലും വന്നിട്ട് ഒരു കളർ പാലറ്റ് സ്റ്റൈലിലാണ് പോയിരിക്കുന്നത്. ഒരു കളർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് കളേഴ്സാണ്, ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡൊക്കെയാണ് ഇൻറ്റീരിയർ അവർ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബേജ് കളറിൻ്റെ ഒരു ഇതെന്ന് നമുക്ക് പറയാം. അതിൻ്റെ തന്നെ പല ടോണിലാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ബെഡ് നോക്കുവാണെങ്കിൽ തന്നെ ആ ബേജ് കളറിലുള്ള അപ്പോൾസ്ട്രി, സ്യൂഡ് മെറ്റീരിയലിൻ്റെ ഒരു അപ്പോൾസ്ട്രി യൂണിറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ക്വിൽറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു സ്വല്പം ഡാർക്കർ ടോണിലുള്ള ഷെയ്ഡിലുള്ള പെയിൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ 2 സൈഡിലായിട്ട് വന്നിട്ട് കുറച്ച് ഡെക്കോർ എലമെൻറ്റ്സ് കാണാം. UPVCയുടെ വെയിൻസ്കോട്ടൊക്കെ ചെയ്തിട്ട് വിൻഡോയുടെ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് UPC വെയിൻസ്കോട്ട് കൊണ്ടാണ്. അതുകൂടാതെ ഹെഡ് ബോർഡിന് നേരെ മുകളിലായിട്ട് വന്നിട്ടൊരു മാർബിൾ ഫിനിഷിലുള്ള ഒരു ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതും അതേപോലത്തെ ഒരു ബോർഡർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗമൊക്കെ വന്നിട്ട് സിമെൻറ്റ് ഫിനിഷിലുള്ള ഒരു ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഏരിയയിലും ഫോൾ സീലിങ്ങിലെല്ലാം ത്രൂ ഔട്ട് കോർണിഷ് പോയിട്ടുണ്ട്, ആ ഒരു ഓർണമെൻ്റൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡ് ടേബിളായിട്ട് 2 സൈഡിലും കൊടുത്തിരിക്കുന്നത് വന്നിട്ടും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ വുഡിൽ വന്നിട്ട് PU പെയിൻറ്റ്, ഇതേ കളറുള്ള ഒരു PU പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. 2 സൈഡ് ടേബിളിൻ്റെയും മുകളിലായിട്ട് വന്നിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ കൊണ്ടാണ് അതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ് ഒരു ഹോൾ യൂണിറ്റിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ റൂമിലെയും പോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും ഇതുമായിട്ട് തന്നെ അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് WPCയിൽ ഒരു ഡാർക്കർ ടോണിലുള്ള PU പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മൊത്തത്തിലൊരു ക്ലാസിക് ഫീൽ തരുന്നുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആകാൻ കാരണമായ നമുക്ക് ടോയ്ലറ്റിലോട്ടൊന്ന് കയറാം. ടോയ്ലറ്റിലോട്ട് കയറുവാണെങ്കിൽ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ടോയ്ലറ്റാണ്. അത്യാവശ്യം നല്ല സ്പേസ് എടുത്ത് തന്നെ ചെയ്തിരിക്കുന്നു. അതിൽ നമ്മൾ നേരെ കയറുന്നത് തന്നെ ഇപ്പോൾ വാഷ് കൗണ്ടറൊക്കെ കാണാം. അത് തന്നെ ലെപ്പോത്ര ഗ്രാനൈറ്റിൻ്റെ ടേബിൾ ടോപ്പ് രീതിയിലുള്ള വാഷ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വന്നിട്ട് WPCയിൽ വുഡൻ ഫിനിഷിലുള്ള ലാമിനേറ്റ് പോയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ ലക്സ് സീരീസിലുള്ള ബാട്ടബ് ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 നീഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു, അതൊക്കെ ഒരു കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു വെറ്റ് ഏരിയ സ്പേസ് വിത്ത് ടൈൽ ഇൻസേർട്ടഡ് ഡ്രെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ തന്നെ ശകലം പോലും വെള്ളം പുറത്തോട്ട് വരാത്ത രീതിയിലുള്ള നല്ല ക്യൂബിക്കൽ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാത്റൂമിൻ്റെ വാൾ ടൈലും ഫ്ലോർ ടൈലും എല്ലാം തന്നെ ആ ഒരു ബീജിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. അതിൽ വന്നിട്ട് വോൾട്ടൈലെല്ലാം വന്ന് പാറ്റേൺ പോയിരിക്കുന്നു. താഴത്തെ വന്നിട്ടൊരു മാറ്റ് ഫിനിഷിലുള്ളത്. ഇത് രണ്ടും വന്നിട്ട് കജാരിയുടെ ഇറ്റാലിക്ക എന്ന് പറഞ്ഞൊരു സീരീസിൽ പെട്ടുന്ന ടൈൽസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ പറ്റിയിട്ട് പറയാൻ മറന്നുപോയി. സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു സ്പേസിനെ ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു വാളാണിത്. അപ്പോൾ അത് ത്രൂ ഔട്ട് ബ്രിക്ക് ഫിനിഷിലുള്ള ടെക്സ്ചർ പെയിൻ്റ് ആണ് പോയിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് വന്നിട്ടൊരു ബാനിയൻ ട്രീ, ഒരു ആൽമരം ഒക്കെ പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് കാരണം WPCയുടെ പുറത്ത് വന്നിട്ടൊരു മെറ്റൽ ഷീറ്റും വെച്ചിട്ടുണ്ട്. അതിങ്ങനെ CNC കട്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അത് രസമായിട്ടുണ്ട് കാണാൻ. അപ്പം ഇവിടുത്തെ അടുത്ത ബെഡ്റൂമിലോട്ട് കയറാം. അത് ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പം ഇവിടെ ആയാലും സെയിം ഫ്ലോർ ടൈൽ തന്നെ ആണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ചെറിയൊരു സൈസിലുള്ള റൂമാണ്. അപ്രോക്സിമേറ്റ്ലി 3.7x4.2 സൈസിലുള്ള റൂമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു രീതിയിൽ തീമിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ഹെഡ് ബോർഡ് വരുന്ന സ്പേസിൽ വന്നിട്ട് ഒരു ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് പ്ലൈവുഡിൽ ഉടൻ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡറൊക്കെ പോയി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് ഒരു ഡെക്കോർ ലൈറ്റ് മാത്രമേ ഉള്ളെങ്കിലും അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്തിട്ട് അത് വളരെ എലഗൻ്റായിട്ട് വാൾ പെയിൻറ്റിംഗ് ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് ആയാലും ഒരു ക്വീൻ സൈസ് ബെഡ്, 2 സൈഡിലും സൈഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ക്ലാസിക് സ്റ്റൈലുള്ള സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ടീക്കിൻ്റെ ആ ഒരു ഗ്രെയിൻസിൻ്റെ ഭംഗി അത് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഡിസൈൻ്റെ ഒന്നും കാര്യമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വാർഡ്രോബ് യൂണിറ്റ് ഒക്കെ ആയാലും ഒരു ഗ്ലോസി ഫിനിഷുള്ള മൈക്ക ലാമിനേറ്റ് ആണ്. പിന്നെ ഇവിടെ തന്നെയാണ് ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റൂമിൻ്റെ കളർ തീമുമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട്. ആ ബ്ലൂ കളർ കണ്ടില്ലേ, പിന്നെ വുഡൻ ലാമിനേറ്റിൻ്റെ ഫിനിഷും ഒക്കെ തന്നെ ആ കളർ കോമ്പിനേഷൻ രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാർഡ്രോബ് സ്പേസ് ആണിത്. ഇതിൽ രണ്ടിലും തന്നെ മെറൈൻ പ്ലൈയിൽ ഗ്ലോസി ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ എല്ലാ റൂമിലെയും പോലെ തന്നെ ഒരു ഡെസ്റ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ടോയ്ലറ്റ് ആയാലും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷനൊക്കെ കൊടുത്ത് ആ ഒരു വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ഇരിക്കുന്ന ആ ഒരു ഭാഗം മാത്രം ബ്ലൂ കളറിലുള്ള വാൾ ടൈൽ കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്.
ഇത് വന്നിട്ട് അടുത്ത റൂമാണ്. ഇതിൽ വന്നിട്ട് ഒരു ഗ്രേ ടോണിലുള്ള വാർഡ്രോബിൻ്റെ ഒരു ലാമിനേറ്റിൻ്റെ കളറൊക്കെ. ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെയിം സൈസ് തന്നെയാണ്, മറ്റേ റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഈ റൂം കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെഡിൻ്റെ ഒരു ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം, പിന്നെ ഒരു സൈഡ് വന്നിട്ട് ഒരു വാൾപേപ്പറൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ കുട്ടികൾക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. എല്ലാം ഒരു സെയിം തന്നെയാണ്. ടോയ്ലറ്റിൻ്റെ ഡിസൈനൊക്കെ ആയാലും സിമിലർ സൈസിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഒരു സൈഡിൽ വലിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ മുകളിലത്തെ ഇവരുടെ ഫാമിലി ലിവിങ് സ്പേസ് ആണ്. നമ്മൾ താഴത്തെ ലിവിങ് സ്പേസിൻ്റെ സെയിം സൈസിൽ തന്നെ അതേപോലെ തന്നെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കുക. ആ ലിവിങ് സ്പേസിലാണ് അവർ TV ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഫാമിലി ലിവിങ് സ്പേസ്. ഇത് അത്യാവശ്യം നല്ല സൈസിൽ തന്നെ പോയേക്കുന്നു. ഒരു 8 സീറ്റർ എന്ന് പറഞ്ഞ ഉള്ള രീതിയിൽ പേപ്പറിൽ കാണിക്കാമെങ്കിലും അത്യാവശ്യം അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീജ് ടോണിലുള്ള സ്യൂഡ് മെറ്റീരിയലിൻ്റെ കൗച്ചസാണ് ഇപ്പോൾ വെക്കുന്നത്. പിന്നെ TV കൺസോളായിട്ട് കൊടുത്തിരിക്കുന്നത് ത്രൂ ഔട്ട് ടീക്കിൽ തന്നെയാണ്, സോളിഡ് നാച്ചുറൽ വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഗ്രീൻ ഫിനിഷിൽ ഉള്ള വാൾ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഈ TV ഇരിക്കുന്ന വാൾ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഡെക്കോർ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഈ ഭാഗം വന്നിട്ട് വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ടീക്കിൽ തന്നെ ആണ് ഈ ഒരു ആർച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിലത്തെ ഈ ഒരു സ്പേസ് വന്നിട്ടും വാൾപേപ്പർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൺ ഇരിക്കുന്ന ഭാഗത്തൊക്കെ കോവലൈറ്റ് കൊടുത്ത് അതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ റൂം തുറക്കുന്നിടത്ത് തന്നെ ഒരു TKT സീലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു വുഡൻ ഫിനിഷിലുള്ള. അത്യാവശ്യം ഈ മെറ്റീരിയൽ അറിയാലോ, അത്യാവശ്യം റെസ്പോൺസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യും. അപ്പം ഈ ഒരു സീലിംഗ് ലീഡ് ചെയ്യുന്ന വഴി അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് കാണുന്ന ആ ഒരു സ്പേസ്. അപ്പം ഇത് UPVC വുഡൻ ഫിനിഷുള്ള UPVC മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എൻ്റയർ വാള് നീളത്തിലെടുത്തുകൊണ്ടാണ് ഈ ഒരു വിൻഡോ സ്പേസ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ കർട്ടൻസ് തുറന്നിട്ട് കഴിഞ്ഞാൽ മാക്സിമം ലൈറ്റും അകത്തോട്ട് കയറും. അപ്പോൾ വലിയൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്. ഈ ഒരു ബാൽക്കണി എന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ മെയിൻ ഏരിയ മുഴുവൻ ഉള്ള ഒരു വിഷൻ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ എക്സ്റ്റീരിയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു റഫ് ടെക്സ്ചറുള്ള ഫ്ലോർ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്.